7 തീരുകൾ ഒന്നിച്ച് കൈനിലയിലേക്ക് കുതിക്കുന്നത് കണ്ട് ഞാൻ ആലോചിച്ചു, എന്തോ സംഭവിച്ചിരിക്കും. വിശോകൻ എൻ്റെ ശരീരത്തിലെ ചോര തുടച്ചു നീക്കുകയായിരുന്നു. ഞാൻ യുധിഷ്ഠിരന്റെ താവളത്തിലേക്ക് നടന്നു. തേർതട്ടിൽ നിന്ന് നിൽക്കും മുമ്പേ എടുത്തു ചാടിയ അർജുനൻ എന്നെ കണ്ട് ഓടിയെടുത്തു. അംഗരാജൻ കർണനെ ഞാൻ കർണനെ വധിച്ചു. ആഹ്ലാദത്തോടെ എൻ്റെ ആശ്ലേഷത്തിനായി കൈ രണ്ടും നീട്ടിക്കൊണ്ട് അയാൾ വന്നു. എൻ്റെ കൈക്കുള്ളിൽ അവൻ ഒതുങ്ങിയപ്പോൾ ഞാൻ നെടുവീർപ്പിട്ടു. എന്നിട്ട് കണ്ണടച്ചു. ആഹ്ലാദം കൊണ്ട് പരസ്പരം അഭിനന്ദിക്കുകയാണ് കൂടെ വന്നവർ. അർജുനൻ വിളിച്ചു പറഞ്ഞു, എവിടെ സംഗീതം, എവിടെ സൂതരും മാഗധരും, കർണൻ മരിച്ചു. യുധിഷ്ഠിരൻ ആഘോഷത്തിൽ പങ്കെടുക്കുവാൻ ഓടിയെത്തി. ദൂരത്തെ കൗരവപാളയത്തിൽ വിലാപഗീതങ്ങൾ ഉയരുവാൻ തുടങ്ങിയിരുന്നു. പാണ്ഡവരുടെ സ്തുതിപാടുകർ പെട്ടെന്നുയർത്തിയ വാദ്യഘോഷത്തിൽ നിന്ന് അത് അലിഞ്ഞില്ലാതെയായി. താളമേളങ്ങൾ നടത്തുന്നവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് യുധിഷ്ഠിരൻ ഓടി നടന്നു. കർണൻ മരിച്ചു, മാഗധവരെ പാടുവിൻ. സൂതപുത്രനെ വില്ലാളി വീരൻ വിജയൻ, ഇന്ദ്രസമനായ അർജുനൻ വധിച്ചു. ഖണ്ഡമുണർത്തി പാടുവിൻ. തേർചക്രം കുഴിമണ്ണിൽ താഴ്ന്ന് കർണൻ നിസ്സഹായനായി തീർന്ന ഒരു സന്ദർഭം കിട്ടിയത് ഇന്ദ്രദേവകളുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണെന്ന് യുധിഷ്ഠിരൻ അർജുനനെ ഓർമ്മിപ്പിച്ചു. അവർ അന്ത്യം വിവരിക്കുകയായിരുന്നു. ചക്രം മാറ്റി യുദ്ധം ചെയ്യാനുള്ള ഇട ചോദിച്ചു അത്രേ കർണൻ. ധർമ്മയുദ്ധമുറിയുടെ പേര്. അർജുനൻ പറഞ്ഞു, ധർമ്മയുദ്ധം അത് ഭീഷ്മാചാര്യർ വീണതോടെ തീർന്നു. കുരുക്ഷേത്രത്തിൽ അഭിമന്യുവിനോട് എന്തു മുറയാണ് കാണിച്ചതെന്ന് ഞാൻ ചോദിച്ചു. യുധിഷ്ഠിരൻ തേരിലേക്ക് നീങ്ങുമ്പോൾ പറഞ്ഞു, സൂതപുത്രന്റെ ജഡം തേരിൽ കണ്ട് ഞാനൊന്ന് ആശ്വസിക്കട്ടെ, തേരുവിടൂ. ഞാൻ തനിയെ കർണന്റെ ശവം കാണുവാൻ കുതിക്കുന്ന യുധിഷ്ഠിരന്റെ തേര് അകലുന്നതായി നോക്കിക്കൊണ്ട് നിന്നു. നീക്കം ചെയ്യാതെ കിടക്കുന്ന ശവങ്ങളുടെ രൂക്ഷഗന്ധം വായുവിൽ കനത്തു നിന്നു. പകലും കുറുനരികളുടെ ഒരു വിളി നിർബാധം തുടർന്നു. കെടാത്ത ശ്മശാനത്തിലൂടെ ഹിരണ്യത്തിനുള്ള കാറ്റ് കയറി വരുമ്പോൾ ചൂടിൻ്റെ അഴലുകൾ പടർന്നു. അവശേഷിച്ച സൈന്യവും കൊണ്ട് ശല്യൻ യുദ്ധം തീർത്ത് ക്ഷത്രിയധർമ്മം പാലിക്കുവാൻ മാത്രമായിരുന്നു. വിജയം പ്രതീക്ഷിച്ചിട്ടല്ല, ശകുനിയായിരുന്നു അയാൾക്ക് പ്രധാന പിൻബലം. കർണന്റെ മരണത്തോടെ ഹതാശനായ അശ്വത്ഥാമാവ് മുൻനിരയിലേക്ക് വന്നില്ല. പാണ്ഡവപക്ഷത്ത് മുമ്പില്ലാത്ത ആവേശമുണർന്നു. ആണയിട്ട പോലെ സഹദേവന്റെ കൈകൊണ്ട് തന്നെ ശകുനി മരിച്ചു. സഹദേവന്റെ യുവത്വത്തിനും പൗരുഷത്തിനും മുമ്പിൽ ശകുനി നിസാരരായ ഒരു ശത്രുവായിരുന്നു. കർണൻ മരിച്ചപ്പോൾ പെട്ടെന്ന് അതിശക്തനായി മാറിയതുപോലെ തോന്നി യുധിഷ്ഠിരൻ. ഒരു മഹാരഥിയെ വധിക്കുവാനുള്ള ആഗ്രഹം കൊണ്ടാവണം നകുലിനെ മാറ്റി യുധിഷ്ഠിരനെ തന്നെ ശല്യൻ നേരിട്ടു. വിജയഗാഥകൾക്ക് വേണ്ടി ഒരു യുദ്ധവും യുധിഷ്ഠിരന് ഉണ്ടായിട്ടില്ല. ഇടംതേരിൽ നിന്ന് ശല്യന്റെ സാരഥിയെയും കുതിരയെയും വീഴ്ത്തി. സഹായിച്ചുവെന്ന് യുധിഷ്ഠിരന് തോന്നാത്ത വിധം ഞാൻ പിന്നിലേക്ക് മാറിക്കൊടുത്തു. എൻ്റെ പ്രധാന ശത്രു അപ്പോഴും അകലെയാണ്. ഞാൻ അന്വേഷിച്ചിരുന്നത് ദുര്യോധനെയാണ്. അവസാന ശ്രമമായി ഓടിപ്പോകുന്നവരെ കൂട്ടിച്ചേർത്ത് ഒരു സൈന്യം ഒരുക്കുവാൻ അയാൾ ശ്രമിക്കുകയാവും. വിശോകൻ ഊഹിക്കുന്നത് അതായിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു. ശല്യൻ വീണ് അധികം സമയം കഴിയുമ്പോൾ മുമ്പ് തന്നെ ചെറിയൊരു സൈന്യവും കൊണ്ട് ദുര്യോധനൻ വന്നു. ധൃതരാഷ്ട്രരെ യുദ്ധപുരോഗതി അറിയിച്ചു കൂടുന്നിരിക്കുന്ന സഞ്ജയൻ കൂടി അക്കൂട്ടത്തിലുണ്ടെന്നറിഞ്ഞപ്പോൾ ആ സൈന്യത്തിൻ്റെ ശക്തി ഊഹിക്കാവുന്നതേ ഉള്ളൂ. കുറച്ചു സമയം മാത്രം ചെറുത്തു നിന്ന ദുര്യോധനൻ യുദ്ധം അവസാനിപ്പിച്ച് ഓടി രക്ഷപ്പെട്ടു. ഞങ്ങളുടെ സൈനികർ ആർത്തു വിളിച്ചു, അവസാനം പാണ്ഡവർ വിജയിച്ചിരിക്കുന്നു. നദിക്കപ്പുറത്ത് താൽക്കാലത്തൊരുക്കിയ അന്തഃപുരത്തിൽ നിന്ന് സ്ത്രീകളെ തോണികളിൽ ഹസ്തിനപുരത്തിലേക്ക് എത്തിക്കുവാൻ യുത്സുവിനെയാണ് ഞാൻ യുധിഷ്ഠിരനെ ഏൽപ്പിച്ചത്. ധൃതരാഷ്ട്രർക്ക് പിറന്ന ഈ ദാസീപുത്രൻ യുദ്ധം തുടങ്ങുമെന്നായപ്പോൾ യുധിഷ്ഠിരന്റെ പരിജനത്തിൽ ഒരാളായി വന്നു ചേർന്നതാണ്. ആഘോഷത്തിൽ പങ്കെടുക്കണമെന്ന് എനിക്ക് തോന്നിയില്ല. ഭീമന്റെ യുദ്ധം അവസാനിച്ചിട്ടില്ല. ധൃതരാഷ്ട്രരുടെ മക്കളിൽ ഒരാൾ ഇനിയും ശേഷിച്ചിട്ടുണ്ട്. ഹസ്തിനാപുരത്തിലല്ല ദുര്യോധനൻ എന്ന അയാളെ അന്വേഷിച്ചു പോയ സൈനികരും ചാരന്മാരും അറിയിച്ചു. കൂടാരങ്ങളിലും പാളയങ്ങളിലും മദ്യകുംഭങ്ങൾ തുറന്നു. ആഘോഷം നുരഞ്ഞു പൊന്തി. ഏകനായിരിക്കുന്ന എന്നെ നോക്കി വിശോകം പറഞ്ഞു. അധികമൊന്നും ദൂരത്ത് പോകുവാൻ ഇടയില്ല. തേരും കുതിരകളും ഇല്ലാതെ ഓടിപ്പോകുന്നതാണ് അവസാനം കണ്ടത്. എനിക്ക് വിശേഷിച്ചൊന്നും വേണ്ടതില്ല. ആഘോഷത്തിൽ പങ്കുചേരുവാൻ അയാൾക്ക് ഞാൻ അനുവാദം കൊടുത്തു. വിശോകൻ പോയത് ആഘോഷത്തിനായിരുന്നില്ല എന്ന് തിരിച്ചു വന്നപ്പോൾ മനസ്സിലായി. കൂടെ 2 വേടന്മാർ. അതിലൊരാളെ എനിക്ക് മുഖപരിചയമുണ്ട്. നദീതീരത്തിൽ വേട്ടയാടി കിട്ടിയ മാംസവും കൊണ്ട് അയാൾ മുമ്പേടെ വന്നത് കണ്ടിട്ടുണ്ട്. ഒരു മധ്യവയസ്കൻ, പിന്നെ മകനെന്ന് തോന്നിയൊരു യുവാവും. നദീതീരത്ത് നായാടുമ്പോൾ അവർ കയത്തിനരികെ 3 പേർ നിന്ന് സംസാരിക്കുന്നത് കണ്ടു. ഒരാൾ ആയുധധാരിയാണെങ്കിലും ബ്രാഹ്മണനാണ്. ആകൃതി വിവരിച്ചപ്പോൾ അശ്വത്ഥാമാവ്. മറ്റു 2 പേർ കൃപരും കൃതപർവാണെന്ന് വ്യക്തമായി. വിശോകൻ അവരെ മാറ്റി നിർത്തി പിന്നെയും എന്തൊക്കെയോ ചോദ്യം ചെയ്തു. പിന്നീട് എൻ്റെ അനുവാദത്തോടെ 100 നുഷ്കങ്ങൾ സമ്മാനം കൊടുത്ത് അവരെ പറഞ്ഞയച്ചു.
3 പേർ കയത്തിന് സമീപം നിന്ന് സംസാരിച്ചത് ഒരത്ഭുതമല്ല. കാണാത്ത ഒരാളോട് സംസാരിച്ചിരിക്കുന്നത് അത്ഭുതം തന്നെ. 4-മൻ ഒളിഞ്ഞിരിക്കുന്ന ദുര്യോധനൻ അല്ലെങ്കിൽ മറ്റാര്? ശത്രുവിൻ്റെ മാളം വ്യക്തമായി എന്ന് വിശോകൻ അറിയിച്ചു. ആഘോഷങ്ങളിൽ എന്നെ കാണാതെ തിരിഞ്ഞു വന്ന അർജുനനോട് ഞാൻ പറഞ്ഞു, ഒരാൾ ബാക്കിയുണ്ട്, അത് തീർത്തിട്ട് ഞാൻ ആഘോഷിക്കും. മദ്യലഹരിയും വിജയദാനവുമായി കയറി നിന്ന ദൃഷ്ടദ്യുമ്നൻ എന്നെ സ്നേഹത്തോടെ വലിച്ചെഴുന്നേൽപ്പിച്ചു. ദുര്യോധനൻ രാജ്യം വിട്ടിട്ടില്ല. അയാൾ നദീതടത്തിൽ ഒരു കയത്തിനടുത്ത് ഒളിച്ചിരിക്കുന്നു. അത് കേട്ട ഉടനെ ഭാവം മാറി ദൃഷ്ടദ്യുമ്നൻ പുറത്തേക്ക് ഓടി. എല്ലാവരും വന്നു. കൃഷ്ണനും യുധിഷ്ഠിരനും സാത്വികയും കൂടി കയറിയത് തേരർജുനൻ ഓടിച്ചു. എൻ്റെ തേരിൽ നകുല സഹദേവന്മാർ കയറി. ഞാൻ തന്നെ കടിഞ്ഞാൻ പിടിച്ച് വഴി കാണിക്കുവാൻ ചെറിയ തേരിൽ വിശോകനെ മുന്നിൽ വിട്ടു. ദ്വൈവായം എന്നുള്ള വിളിക്കാനുള്ള കയം ശാന്തമാണ്, അഗാധവുമാണ്. അവിടെയൊന്നും ആരെയും കണ്ടില്ല. താണുകിടക്കുന്ന അറ്റുവഞ്ചികൾക്കിടയിൽ നദീമുഖത്ത് ഗുഹയുണ്ട്. അതിലൊന്നായിരിക്കും ദുര്യോധനൻ എന്ന് വിശോകൻ പറഞ്ഞു. ശകാര വാക്കുകൾ എറിഞ്ഞ് മാനം കെടുത്തി പുറത്തേക്കെറിയുമെന്ന് യുധിഷ്ഠിരൻ തന്ത്രം നിശ്ചയിച്ചു. യുധിഷ്ഠിരനും പാണ്ഡവരുമാണ് ദുര്യോധന. മറുപടി ഒന്നുമില്ല. ഒളിച്ചിരിക്കുകയാണോ ഭീരു, കുലദ്രോഹി? പുറത്തു വന്ന ക്ഷത്രിയവരെ പോലെ യുദ്ധം ചെയ്ത് ഒന്നുകിൽ ജയിച്ച് വീരനാകും, അല്ലെങ്കിൽ അവസാനത്തെ ഉറക്കം വന്നു. ഗംഗയിൽ നിന്ന് തേരിട്ടൊഴിയ കയത്തിൽ വട്ടം ചുറ്റുന്ന പ്രവാഹത്തിൻ്റെ അടക്കിയ സ്വരം പതുക്കെ കേട്ടു. പിന്നെ ദുര്യോധനന്റെ ശബ്ദം തന്നെ. എനിക്ക് രാജ്യം വേണ്ട. എല്ലാ ബന്ധുക്കളും സുഹൃത്തുക്കളും മരിച്ച ഈ വിധവകളുടെ രാജ്യം എനിക്കെന്തിന്? ഞാൻ മാന്തോലെടുത്ത് വനത്തിൽ പോയി തപസ് ചെയ്ത് ഇനിയുള്ള കാലം കഴിക്കുവാൻ നിശ്ചയിച്ചു. എന്നെ വെറുതെ വിട്ടേക്കും. യുധിഷ്ഠിരൻ വിളിച്ചു പറഞ്ഞു, നിന്നെ തോൽപ്പിക്കാതെ ഞാൻ രാജ്യം ഏറ്റെടുക്കുന്നില്ല. നീച, ആണുങ്ങളെ പോലെ പുറത്തു വന്ന് യുദ്ധം ചെയ്യും. യുദ്ധം ചെയ്ത് ക്ഷീണിച്ച് ആയുധം കൂടി ഇല്ലാതിരിക്കുന്ന എന്നെ വെല്ലുവിളിക്കുന്നതായിരിക്കും ആണത്തം. ദുര്യോധനന്റെ വാക്കുകൾ കേട്ടപ്പോൾ യുധിഷ്ഠിരന് കോപാവേശം കൂടി. അദ്ദേഹം ആട്ടഹസിച്ചു. പുറത്തു വാ, ധൈര്യമുണ്ടെങ്കിൽ. പുരുഷനാണെങ്കിൽ ഞങ്ങൾ ആരെ വേണമെങ്കിലും ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യാം. നിശ്ചയിക്കുന്ന ആയുധം. ജയിച്ചാൽ നീ തന്നെ രാജാവ്. ആവേശം കൊണ്ട് പറഞ്ഞ് ഈ വാക്കുകൾ കേട്ടപ്പോൾ കൃഷ്ണൻ നടുങ്ങി. ഞാൻ അസ്വസ്ഥത പുറത്തു കാട്ടിയില്ല. അർജുനൻ എന്തോ യുധിഷ്ഠിരനെ ചൂണ്ടി പറയുവാൻ ആരംഭിച്ചിട്ട് പിന്നെ നിയന്ത്രിച്ചു. അറ്റുവഞ്ചികൾ ഇളകി. പൊന്തക്കാട്ടിലൂടെ ദുര്യോധനൻ നുഴഞ്ഞു കയഞ്ഞു വന്നു. ചെളിപുരന്റെ ശരീരത്തിൽ മുറിപ്പാടുകൾ. ആയുധമില്ലെന്ന് പറഞ്ഞിരുന്ന വെറുതെയായിരുന്നു. കൈപ്പിടിയിൽ എപ്പോഴും അയാളെ വിട്ടുപിരിയാത്ത സ്വർണം കെട്ടിച്ച ഗതയുണ്ട്. ദുര്യോധനൻ പറഞ്ഞു, വ്യവസ്ഥ സ്വീകരിച്ചിരിക്കുന്നു. കൃഷ്ണന് ശോഭമടക്കുവാൻ കഴിഞ്ഞില്ല. എന്തു വിഡിതമാണ് പറഞ്ഞത്. ഇഷ്ടമുള്ള ആളെ തോൽപ്പിച്ചാൽ രാജ്യം. താങ്കളെ പോരിന് വിളിച്ചാലോ? നകുല സഹദേവന്മാരെയോ അർജുനനെയോ ഗദായുദ്ധത്തിന് വിളിച്ചാലോ? എന്നിട്ട് നിരാശയോടെ പറഞ്ഞു, ഭീമൻ കൂടി അയാൾക്ക് കിടനിൽക്കുമോ എന്നാണ് സംശയം. ഞാനൊരു ദുർബല നിമിഷത്തിൽ അഹങ്കാരം കൊണ്ട് പുറച്ച വാക്കുകൾ പിൻവലിക്കാനാവാതെ യുധിഷ്ഠിരൻ കുഴങ്ങി. കൃഷ്ണൻ പിന്നെയും പെറുപിറുത്തു. എന്നും കാട്ടിൽ കഴിയണമെന്നായിരിക്കും കുന്തിയുടെ മക്കളുടെ വിധി. ഞാൻ ദുര്യോധനന്റെ മുമ്പിലേക്ക് ചെന്നു. പ്രമാണകൂടി മുതൽക്കുള്ള പല കടങ്ങളും നമ്മൾ തമ്മിൽ വീട്ടാനുണ്ട്. ധൃതരാഷ്ട്രന്റെ മക്കളെ മുഴുവൻ കൊല്ലുമെന്ന ശബ്ദത്തിൽ നീ ഒരാളെ ബാക്കി വന്നു. ദുര്യോധനന്റെയും എൻ്റെയും കണ്ണുകൾ ഇടഞ്ഞു. മല്ലയുദ്ധത്തിൽ ആദ്യം കോർത്ത മുഷ്ടികൾ പിന്മാറാത്തതുപോലെ. നേരിട്ടുള്ള യുദ്ധത്തിൽ എന്നെ ജയിക്കുവാൻ ഒരു മനുഷ്യൻ ഇനി പിറക്കണം. ദുര്യോധനൻ അഹങ്കാരത്തോടെ പറഞ്ഞു. മഴയില്ലാത്ത മേഘം പോലെ വെറുതെ നിന്ന് അലറണ്ട വൃഗോദര. ദ്വൈവായന ഗ്രഹത്തിലും കാഴ്ചക്കാരെത്തി. അവർ ഇരുചേരിയിലെന്നോളം സ്ഥാനം പിടിച്ചു. കേൾവിക്കാരുണ്ടെന്ന് കണ്ടപ്പോൾ ദുര്യോധനന്റെ സ്വരമുയർന്നു. ശരിയാണ്, ചൂതിൽ തോൽപ്പിച്ചു. കാട്ടിലും പരഗ്രഹത്തിലും ദാസ്യമേൽപ്പിച്ചു. കോമാളി വേഷവും കെട്ടിച്ചു. എനിക്ക് നിങ്ങളെക്കാൾ ശക്തി ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ നാശവും നഷ്ടവും ഇരുകൂട്ടുകാർക്കും തുല്യം. എല്ലാ ശക്തിയും എടുത്ത് യുദ്ധം ചെയ്യും. ദേവകൾ കൂടി കാണുവാൻ പറ്റിയ ദ്വന്ദ്വയുദ്ധം തരുന്നുണ്ട് ഞാൻ. അപ്പോൾ തന്നെ ആരംഭിക്കേണ്ടതായിരുന്നു യുദ്ധം. നദീതടത്തിൽ കുതിച്ചെത്തി തേരിൽ നിന്നിറങ്ങിയ ആളെ നോക്കി ദുര്യോധനൻ സംശയിച്ചു. പിന്നെ അയാളുടെ മുഖത്ത് സ്വാദുഭവം തെളിഞ്ഞു. ബലരാമൻ നടക്കുകയാണ്. കൃഷ്ണൻ സ്വീകരിച്ചു. നല്ല സമയത്ത് തന്നെ വന്നു. ശിഷ്യന്മാരല്ലേ രണ്ടുപേരും. അദ്ദേഹം മധ്യസ്ഥനായി. തീർത്ഥക്കരയിലേക്ക് അദ്ദേഹം യുദ്ധരംഗം മാറ്റുവാൻ നിർദ്ദേശിച്ചു. ബലരാമന്റെ ഇടപെടൽ എനിക്കിഷ്ടമായില്ല. ജീവന് വേണ്ടിയും രാജ്യത്തിനു വേണ്ടിയുമാണ് എനിക്ക് ഈ യുദ്ധം. അവസാനത്തെ യുദ്ധം. ബലരാമൻ നിയമങ്ങൾ പറയുമ്പോഴും അതിരുകൾ നിർണയിക്കുമ്പോഴും എനിക്ക് തോന്നി രാജാവ് പൊൻപേടകം വെച്ച് നോക്കി. കാഴ്ചക്കാരുടെ വിനോദത്തിനായി ഇറങ്ങുകയാണ് ശിഷ്യന്മാർ എന്ന് അദ്ദേഹം കരുതിയിരിക്കുകയാണോ? ശരീരമാകെ ചുരുക്കി ആകം വളഞ്ഞുകൊണ്ട് ദുര്യോധനൻ പിന്നെ നീണ്ടു നിവർന്നു. എനിക്ക് മുമ്പാകെ ശത്രു അരക്കൈ കൂടി ഉയർന്നുവെന്ന് തോന്നി. ആദ്യത്തെ ഗതാഗതം തടുത്തപ്പോൾ അയാളുടെ ഗതയ്ക്ക് കനം കുറവാണെന്ന് തോന്നി. അയാളുടെ വേഗം വർദ്ധിച്ചേക്കും. പിൻവാങ്ങിയും ചാടികയറിയും ചുറ്റിയും പഴുതുകൾ കാണിച്ചും ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. പിൻവാങ്ങുമ്പോൾ മുഖം തിരിക്കാനൊടിച്ച ഒരടി അയാളുടെ ചുമലിലേറ്റു. അയാൾ ഗർജിച്ചുകൊണ്ട് ഇടവും വലവും ചാടി മാറി വീശിയടിച്ച് പലപ്പോഴും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. നിലകൾ അയാളെ പൊടുന്നനെ മാറ്റിക്കൊണ്ടിരുന്നു. അയാൾ വാമണ്ഡത്തിൽ സഞ്ചരിച്ചപ്പോൾ ഞാൻ ദക്ഷിണമണ്ഡത്തിൽ നിന്ന് തടുത്തു. ഇടം ചുമലിൽ എനിക്കൊരടിയേറ്റു. ഗതകൾ കൂട്ടിയടിക്കുമ്പോഴത്തെ തീപ്പൊരികൾ ചിതറി.
അയാൾ കൗശലവും വേഗവും കൊണ്ട് എന്നെ അമ്പരപ്പിച്ചു. ശിരസിലടിച്ച ഒരടി ഞാൻ തടഞ്ഞെങ്കിലും സ്വന്തം ഗത നെറ്റിയിലടിച്ചു. തളരുകയാണ് എന്ന് ഞാൻ ഭയപ്പെടുന്നു. സ്വയം ശകാരിച്ചു. എവിടെ മഹാബലൻ? ഭഗനെ, ഹിഡുംബനെ, ജരാസന്ധനെ, കീചകനെയെല്ലാം കൊന്ന ഭീമനെവിടെ? ഇതാണ് ഞാൻ കാത്തിരുന്ന ശത്രു, എന്നെ കരുത്തനാക്കി വളർത്തിയ ശത്രു. ഓരോ അടിയിലും ശത്രുവിൻ്റെ പാതകം ഞാൻ ഓർമ്മിച്ചപ്പോൾ എൻ്റെ കൈത്തണ്ടയുടെ വേരുകളിൽ, അസ്ഥികളിൽ, ഞരമ്പുകളിൽ കാട്ടുകുതിരകളിൽ കുതിച്ച് കുതിച്ച് ചാടുന്നത് പോലെ തോന്നി. ഉയർന്ന കൈ താഴെ മുമ്പേ ഗതിമാറ്റി വലം തിരിഞ്ഞപ്പോൾ എൻ്റെ എല്ലാ ശക്തിയും അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. വാരിയലിൽ കക്ഷത്തിന് താഴെ വീണ അടിയേറ്റ് എല്ലുകൾ തകരുന്നത് എൻ്റെ കൈത്തണ്ടയിൽ അറിഞ്ഞു. ദുര്യോധനൻ വീണു. എഴുന്നേൽക്കുവാൻ പ്രയാസപ്പെടുന്ന ദുര്യോധനൻ്റെ മുന്നിൽ നിന്ന് ഞാൻ പറഞ്ഞു, ഒരിക്കൽ കൂടി പരിഹസിക്കാം, ഒരു ചിരി കൂടി സമയമുണ്ട്, ഞാൻ കിതയ്ക്കുന്നുണ്ട്. യുധിഷ്ഠിരൻ പറയുന്നത് കേട്ടു. ഭീമസേന നിർത്തു, നീ ജയിച്ചു. പുരുഷ ലക്ഷണമത്തെ ദുര്യോധനന്റെ തുട, ദ്യൂതസദസ്സിൽ പടവ് നീക്കി പാഞ്ചാലിയെ നോക്കി താളം പിടിച്ച് കാണിച്ച തുട. ഗത വീണ്ടും ഉയർന്നു, താണു. അരുത്, അധർമ്മം. പല ശബ്ദങ്ങൾ. എന്തോ പറയാനാഞ്ഞ ദുര്യോധനന്റെ തല നിലം തൊട്ടു. മരിച്ചിട്ടില്ല. കണ്ണുകളിൽ ഒന്നുകൂടി നോക്കി ഞാൻ കാത്തു നിൽക്കുന്നവരുടെ സമീപത്തേക്ക് നടന്നു. ക്ഷീണിതനായിരുന്നു. ഒരു ദ്വന്ദ്വയുദ്ധവും എന്നെ ഇത്ര തളർത്തിയിട്ടില്ല. എല്ലാ ശക്തിയും എന്നിൽ നിന്ന് പുറത്തേക്ക് ഒഴുകിപ്പോയിരിക്കുന്നു എന്നുപോലെ തോന്നി. ബലരാമൻ പറയുന്നു, അധർമ്മം. യുധിഷ്ഠിരൻ പറയുന്നു, വീണശേഷം തുടക്കടിച്ചത് ശരിയായില്ല, അധർമ്മമായി. യുധിഷ്ഠിരനോട് ഞാൻ പറഞ്ഞു, കൊല്ലാനാണ് എൻ്റെ പ്രതിജ്ഞ. പ്രതിജ്ഞ നിറവേറ്റാത്ത ക്ഷത്രിയൻ അധാർമികൻ, അവന് നരകം. എന്നെ പഠിപ്പിച്ചത് ജ്യേഷ്ഠനാണ്. തല തല്ലിയൊടിച്ച് തീർക്കുവാൻ പോകുന്നു. തടയാൻ ഒരുക്കുമെങ്കിൽ തടയാം. ബലരാമനെ ഞാൻ നോക്കി. അദ്ദേഹം എഴുന്നേൽക്കുമെന്ന് തോന്നി. ദൃഷ്ടദ്യുമ്നനും സാത്വികിയും കൃഷ്ണനും ചേർന്ന് അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുന്നത് കണ്ടു. ഗത ഞാൻ വലിച്ചെറിഞ്ഞു. അതിൻ്റെ ആവശ്യം തീർന്നിരിക്കുന്നു എന്ന എൻ്റെ യുദ്ധം കഴിഞ്ഞു. വിശോകൻ കാത്തു നിൽക്കുകയായിരുന്നു. ധർമ്മധർമ്മങ്ങളെപ്പറ്റി എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ശത്രു ഞാനാണെന്ന ഭാവത്തിൽ ജയിച്ചെത്തിയ എൻ്റെ നേർക്കുവന്ന് കീറുന്ന കണ്ണുകൾ. കുറച്ചു ദൂരം ചെന്നപ്പോൾ ഞാൻ തേർതട്ടിൽ വെറുതെ നോക്കി. ഞാൻ വലിച്ചെറിഞ്ഞ മയൻ്റെ സമാനമായ ഗത കിടക്കുന്നത് കണ്ട് വിശോകനെ നോക്കി. വിശോകൻ പറഞ്ഞു, ഗത നല്ലതാണ്, കളഞ്ഞില്ല. ഗതയ്ക്ക് ധർമ്മധർമ്മങ്ങൾ അറിയില്ല. അലകൾ ഉണർന്നു കഴിഞ്ഞിട്ടില്ലാത്ത മഹാപ്രവാഹത്തിൽ നോക്കിക്കൊണ്ട് ഞാൻ നിന്നു. കാറ്റുറങ്ങുന്ന രാത്രി. വിജയം ആഘോഷിക്കുവാൻ കുരുക്ഷേത്രത്തിന് പുറത്തിറങ്ങിപ്പോവുകയായിരുന്നു കൃഷ്ണനും സഹോദരന്മാരും. സാത്വികിയും അവരുടെ കൂടെ ഉണ്ട്. ഞാൻ ഒഴിഞ്ഞു മാറി. നീണ്ട ഒരു ഉറക്കം ആഘോഷമാണ് മദ്യം എന്ന് കരുതി ദൃഷ്ടദ്യുമ്നനും അവരുടെ സംഘത്തിൽ ചേർന്നില്ല. ഞങ്ങൾ രണ്ടു വഴിക്ക് പിരിഞ്ഞു. ഈ നദിയുടെ തീരത്തിൽ ഇരുണ്ട സന്ധ്യകളിൽ പ്രാർത്ഥിച്ചു നിന്ന് ബാല്യം ഞാൻ ഓർത്തു. വായുദേവന്റെ സന്ദേശം കാത്തുനിന്ന പുഴക്കടവുകൾ. മഹാബലനാവാൻ പ്രാർത്ഥിച്ച ആ ബാലനെ ഞാൻ ഓർമ്മിച്ചു. കാലത്തിൻ്റെ അകലങ്ങളിൽ കളിച്ചു പൊളിച്ച് നടക്കുന്ന ആ വൃഗോദരനെ എനിക്കിപ്പോഴും കാണാം. അവൻ വളർന്നു മഹാബാലനായി. അവനൊരു യുദ്ധം ജയിച്ചിരിക്കുന്നു. അവൻ്റെ അവസാനത്തെ ശത്രു അന്ത്യശ്വാസം വലിച്ച് സമന്ത പഞ്ചകത്തിലെ മണ്ണിൽ കിടക്കുകയാണിപ്പോൾ. ശബ്ദങ്ങളെല്ലാം നിറവേറ്റിയ ക്ഷത്രിയനാണ് സാക്ഷാൽ ഭീമസേനൻ, മഹാബലനായ ഭീമൻ. കാട്ടിലും രാജാങ്കണത്തിലും അവസാനം ഈ കുരുക്ഷേത്രത്തിലും ഞാൻ യുദ്ധം ചെയ്ത് കീഴടക്കി. കൊന്നു. വെറും മനുഷ്യനായ എൻ്റെ മാത്രം കരുത്തല്ല എൻ്റെ മഹാബലനാക്കിയത്. എൻ്റെ ഗർജനത്തിൽ ആരോ ഇരമ്പം കൂട്ടിയിരുന്നു. എൻ്റെ കൈകൾ തളരുമ്പോൾ കരുത്തൊഴുക്കിയിരുന്നു. ഞാൻ വിജയത്തിൻ്റെ ഈ വിനാഴികളിൽ അഹങ്കരിക്കുന്നില്ല. ശിരസ് കുനിക്കട്ടെ. കൊടുങ്കാറ്റുകളെപ്പോലെ ചെങ്ങലക്കിട്ട് മേഘങ്ങൾക്ക് മുകളിൽ വേട്ടയാടുന്ന ദേവ, എൻ്റെ പിതൃദേവ, ഞാനിന്ന് നന്ദി പറയുന്നു. അവിടുത്തെ കാലടികളെ ഓർത്ത് ഇന്ന് പാറക്കെട്ടിൽ ശിരസമർത്തുന്നു. പ്രാർത്ഥനയ്ക്ക് ശേഷം മനസ്സ് തെളിഞ്ഞതുപോലെ തോന്നി. ഒഴിഞ്ഞ പടപ്പാളയത്തിലേക്ക് തിരിച്ചു പോകുവാൻ തോന്നിയില്ല. ഇരുട്ടിലുറങ്ങുന്ന കുടീരങ്ങൾ, സ്തുതിഗീതങ്ങളും പാണീയവാദ്യങ്ങളും നിന്ന പാളയം. എവിടെയോ എൻ്റെ സഹോദരന്മാർ മാത്രം ഒരാഘോഷം നടത്തുന്നു. ഞാൻ പുഴക്കടവിൽ നിന്നിരുന്നു. മൈത്രമുഹൂർത്തം കഴിഞ്ഞു. പിന്നെ ശുക്രൻ ഉദിച്ചു. ഉദയഗുരിയുടെ മധുകുംഭം തകർന്നെടുത്തിയ ചോരപ്പാടുകൾ തെളിഞ്ഞു. അപ്പോൾ ഞാൻ മടക്കയാത്ര തുടങ്ങി. ദൃഷ്ടവതി നദി ചേരുന്നതെത്തിയപ്പോൾ ശ്മശാന ഖണ്ഡത്തിൽ നിന്ന് ഉയരുന്ന പുകപലടങ്ങൾ കണ്ടു. ഒഴിഞ്ഞ കുരുക്ഷേത്രത്തിൽ നിന്ന് അപ്രതീക്ഷിതമായ വിലാപം കേട്ടത്. ഉദയമുഹൂർത്തത്തിൽ കൈശിരാഗത്തിൽ പകരം കൂട്ടനിലവിളി. ഞാൻ കുടുങ്ങി. ഓടിയെടുത്തിയ വിശോകൻ കരച്ചിലിനോട് ഞാൻ പറഞ്ഞു. രാത്രിയിൽ അശ്വത്ഥാവാവും കൂട്ടരും പാളയത്തിന് തീ കൊളുത്തി. നകുല സഹദേവന്മാർ ഓടിയെത്തി. ഉറങ്ങിക്കിടന്നവരെ മുഴുവൻ വെട്ടിക്കൊന്നു. ഓടി രക്ഷപ്പെടാൻ കൂടി ആർക്കും കഴിഞ്ഞില്ല. ശ്മശാനഖണ്ഡത്തിലെ പുകയായി ദൂരെ നിന്ന് എനിക്ക് തോന്നിയത് ശിബിരങ്ങളിൽ കത്തി അമരുന്നതായിരുന്നു. ഒരു ചോദ്യം നാവിൻ തുമ്പിൽ തുണുത്തുമറുത്ത് ജീവൻ കിട്ടാതെ നിന്നു. ആരൊക്കെ? ഉറക്കം ആഘോഷിക്കാൻ കിടന്ന ദൃഷ്ടദ്യുമ്നൻ, പാഞ്ചാലിപുത്രരായ പ്രതിവിന്ധ്യൻ, സുതസോമൻ, ശ്രുതകീർത്തി, ശതാനിയൻ, ശ്രുതകർമാവ്, അവരുടെ കൂടെ ഉറങ്ങിയ സർവ്വതൻ. അശ്വത്ഥാമാവ് വെട്ടിക്കൊന്നു. അവന് പിന്തുണയായി നിന്ന കൃപരും കൃതവർമാവും. ഓടി രക്ഷപ്പെടാതിരിക്കുവാൻ കൃപരും കൃതവർമാവും കാവൽ നിന്നു. രക്ഷപ്പെടാൻ നോക്കിയ സൈനികരെയും ദാസന്മാരെയും വെട്ടിക്കൊല്ലുവാൻ അവർ സഹായിച്ചു. പടപ്പാളയത്തിൽ ഇപ്പോഴും ചോര കട്ട പിടിക്കാതെ ഒഴുകി കിടക്കുന്നു. ഭീകരതയെപ്പറ്റി വിവരിക്കുന്ന ഒരു സൂതം പറഞ്ഞു, കണ്ടാലോ
ഈ നരാധമരുടെ കൊടും വിശ്വസിക്കൂ. എനിക്കും കാണണ്ട. മരിക്കും മുമ്പേ പടിയില്ലാത്ത പടനായകനായ അശ്വത്ഥാമാവിനെ ദുര്യോധനൻ വാഴിച്ചത് കേട്ടപ്പോൾ ചിരി വരികയായിരുന്നു എനിക്ക്. മരിച്ചവരുടെ കൂട്ടത്തിൽ കാട്ടാളരാത്രിയുടെ വർണ്ണന പിന്നെയും ചുറ്റും നിന്ന് കേട്ടു. അശ്വത്ഥാമാവ് വെട്ടിക്കൊന്നത് രുദ്രം പ്രസാദിച്ച് നൽകിയ വീരകണ്ഠം കൊണ്ടാണ്. ശിബിരത്തിന് മുൻപിൽ രുദ്രൻ പ്രത്യക്ഷനായി. ഞങ്ങളുടെ മക്കൾ അന്ന് സന്ധ്യയ്ക്ക് പ്രാർത്ഥിച്ചപ്പോൾ ശൈശവത്തിൽ കേട്ട ഉപദേശമനുസരിച്ച് നമിച്ച 4 ദേവതകളിൽ രുദ്രനും ഉണ്ടായിരിക്കും. അവരുടെ കഴുത്തിൽ രുദ്രന്റെ വീരഖണ്ഡം തന്നെ. മതി, വിവരണങ്ങൾ കേട്ടത് മതി. എനിക്ക് മനസ്സിലാവുന്നില്ല പലതും. പക്ഷേ ഉദരക്രിയ ചെയ്യുവാൻ എൻ്റെ മക്കൾ, പാണ്ഡവരുടെ മക്കൾ ജീവിച്ചിരിപ്പില്ല എന്നത് മാത്രം എനിക്ക് മനസ്സിലാവുന്നു. ശത്രു മരിച്ചിട്ടില്ല എന്ന്. വെളുത്ത വസ്ത്രം കൊണ്ട് ശിരസ് മൂടിയ ബാലവിധകൾക്ക് മുമ്പേ ഞാൻ നടന്നു. അവർക്ക് പിന്നിൽ വൈദ്യവും സീമന്തരേഖ മറച്ച യുവാക്കൾ, പിന്നെ വലിയമ്മ ഗാന്ധാരി. വിതുരയുടെ പിന്നാലെ വരുന്നവരിൽ അമ്മയും ബലന്ധരയും ഉണ്ടായിരുന്നു. ഉത്തരയുടെ ചുമലിൽ കൈവച്ചു കൊണ്ടുവരുന്ന സുഭദ്രയുടെ പിന്നിലായി അവസാനം ഗംഗാതീരത്തെത്തിയ ദ്രൗപദിയായിരുന്നു. ഞങ്ങൾ സഹോദരന്മാർ ക്ഷീരഭൂഷണങ്ങളും ഉത്തരയങ്ങളും അഴിച്ച് ആലോലം മുങ്ങി നിന്നു. മരിച്ചവർക്കുള്ള ജലാഗ്നി മകന്, സഹോദരന്, ഭർത്താവിന്, ബന്ധുക്കൾക്ക്, സുഹൃത്തുക്കൾക്ക്. നനഞ്ഞ വസ്ത്രവും തൊഴുകയുമായി ഞങ്ങൾ പുരോഹിതന്റെ മുമ്പിൽ നിൽക്കെ സ്ത്രീകളുടെ സംഘം വിട്ട് അമ്മ സമീപത്തേക്ക് വന്നു. കണ്ണീരില്ല, ഉണങ്ങാത്ത കണ്ണുനീർ ഞാൻ കണ്ടത് രാവ് തെറിഞ്ഞു കഴിഞ്ഞ് നിൽക്കുന്ന ചന്ദ്രക്കല പോലെ വിളറിയ ഉത്തരയുടെ മുഖത്താണ്. അവൾ ഗർഭിണിയാത്രേ. ശാന്തമായ സ്വരത്തിൽ അമ്മ യുധിഷ്ഠിരനോട് പറഞ്ഞു, ജലാഞ്ജലി ചെയ്യുമ്പോൾ ഒരു നാമധേയം മറക്കരുത്. കൗരവപക്ഷത്ത് മരിച്ച ഒരു മഹാവീരൻ, നിങ്ങളുടെയൊക്കെ ജ്യേഷ്ഠൻ, സാക്ഷാൽ അംഗരാജാവായ കർണൻ. അർജുനന്റെ അർത്ഥമറിയാതെ പകച്ചു നിന്നു. യുധിഷ്ഠിരൻ കുറെ കൂടി അമ്മയുടെ സമീപത്തേക്ക് നീങ്ങി ശിരസ് കുനിച്ചു. അപ്പോൾ അമ്മ യുധിഷ്ഠിരനോടായി പറഞ്ഞു, നിന്റെയും ജ്യേഷ്ഠൻ രാധേയനെന്ന് നിങ്ങളറിഞ്ഞിരുന്ന സാക്ഷാൽ കർണൻ. അർജുനന്റെ വിറയ്ക്കുന്ന ചുണ്ടുകൾ വാക്കുകൾ തടഞ്ഞു നിൽക്കുന്നു. പക്ഷെ എനിക്കത് കേൾക്കാം. കർണൻ, ഞാൻ വധിച്ച കർണൻ. കർണൻ, അമ്മ സ്വരഭേദമില്ലാതെ പറഞ്ഞു. കന്യകയായിരിക്കെ ഞാൻ പെറ്റ, മാനക്കേടോർത്ത് പുഴയിൽ ഉപേക്ഷിച്ച എൻ്റെ ആദ്യത്തെ പുത്രൻ. ഞാൻ മുഖമുയർത്താതെ നിന്നു. അമ്മ ഇനിയും അമ്പരപ്പിൽക്കുന്നുള്ള മക്കളോട് പറഞ്ഞു, രാധയും മധുരത്തിനും വളർത്തിയ കർണൻ തന്നെ. ഒരു കൈക്കുടന്ന വെള്ളം ആ കർണനും. എന്നിട്ട് അമ്മ സ്ത്രീകളുടെ സംഘത്തിലേക്ക് തിരിച്ചുപോയി. യുധിഷ്ഠിരൻ ദീർഘനേരത്തെ മൗനത്തിന് ശേഷം ഉറക്കെ നെടുവീർപ്പെട്ടു. എല്ലാം ഒതുക്കി. കർണന്റെ പത്നിയും പുത്രവധുക്കളും സമ്മേളന സ്ത്രീകളുടെ കൂട്ടത്തിൽ നിൽക്കട്ടെ. സഹദേവൻ അവരെ തിരിഞ്ഞു പിടിക്കുവാൻ പോയി. എവിടെയോ വെച്ച് സഹോദരി ചർമ്മൺ നദിയിൽ നിന്ന് ചോരക്കുഞ്ഞിനെ സ്വീകരിച്ച ഗംഗ വർഷങ്ങൾക്ക് ശേഷം ജലാഞ്ജലിയും അർത്ഥനിർഭരമായ മൗനത്തോടെ ഏറ്റുവാങ്ങി. എല്ലാം കണ്ട, എല്ലാം അറിഞ്ഞ ഗംഗ വീണ്ടും ഹസ്തിനപുരത്തെത്തിയപ്പോൾ ഒഴിഞ്ഞ കൊട്ടാരത്തിന്റെ കോണുകളിൽ ഞങ്ങളുടെ ഉടമകളെങ്കിലും വഴിയമ്പലത്തിലെ പാരതന്മാരെ ഒറ്റപ്പെട്ടിരിക്കുന്നത് പോലെ തോന്നി. ഇരുണ്ട ഇഴനാടുകൾ, വിധവകളുടെ തേങ്ങലുകൾ ദിവസങ്ങൾക്ക് ശേഷവും അലഞ്ഞു നടന്നു. തേർചക്രം കുഴിമണ്ണിൽ താഴ്ന്നപ്പോൾ ധർമ്മമനുസരിച്ച് യുദ്ധം നിർത്തുവാൻ പറഞ്ഞ കർണന്റെ നേരെ അമ്പെയ്യുമ്പോൾ താൻ നോക്കിയ കണ്ണുകൾ അർജുനന്റെ രാത്രികളിൽ നിദ്രവഹീനകളാകുന്നു. ഞാൻ ഉറങ്ങിയില്ല. എൻ്റെ കൈകൾ മരിച്ചു വീണവരെ ഓർത്തില്ല. രക്ഷപ്പെടുവാൻ കൃഷ്ണനും കൃഷ്ണദ്വൈപായനും അനുവദിച്ച ഒരാൾ ജീവിച്ചിരിക്കുന്നു എന്നതുകൊണ്ട് ആ മുഖം ഞാൻ സങ്കല്പിക്കുന്നു. കത്തുന്ന പടികൂടേരത്തിന്റെ വെളിച്ചത്തിൽ രുദ്രന്റെ വാളിൽ ഉണർന്നവരുടെയും ചോരയുമായി നിൽക്കുന്ന അശ്വത്ഥാമാവ്. ദുര്യോധനൻ വീണ രാത്രിയിൽ എല്ലാം കഴിഞ്ഞ് ശൂന്യതയായിരുന്നു മനസ്സിൽ. ഇപ്പോൾ ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി യുദ്ധത്തിന്റെ പൊടിയടങ്ങുവാൻ കാത്തു നിൽക്കുകയാണ്. ശത്രുവിന്റെ രൂപം ലക്ഷ്യത്തിന് നേരെ കേട്ടുവാൻ. മുറിവേറ്റ ശിരസുമായി കൃഷ്ണദ്വൈപായനൻ നേടിക്കൊടുത്ത അർദ്ധപ്രാണനം കൊണ്ട് കാട്ടിലേക്ക് ഓടിപ്പോയ മഹാരഥൻ അശ്വത്ഥാമാവ് എൻ്റെ രാത്രികളെ അസ്വസ്ഥനാക്കുന്നു. ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഞങ്ങൾ സഹോദരന്മാർ പരസ്പരം കണ്ടില്ല. ഒരിക്കൽ യുധിഷ്ഠിരൻ എന്നെ അന്വേഷിച്ചു വന്നു. കർണൻ, എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. ഇനിയും മരിച്ചു കിടക്കുന്നത് സ്വന്തം കണ്ടാലെ തൃപ്തിയാവൂ എന്ന് കരുതി ഞാൻ ജഡത്തിൽ നോക്കി നിന്നതാണ്. എല്ലാ നാശങ്ങൾക്കും കാരണം ആ സ്ത്രീയാണ്. അമ്മയുടെ തെറ്റിനെപ്പറ്റി വിലപിച്ചുകൊണ്ട് അദ്ദേഹം കൊട്ടാരത്തിൽ അലഞ്ഞു നടന്നു. അമ്മ അന്തഃപുര സ്ത്രീകളുടെ കൂട്ടത്തിൽ നിന്ന് ഒരിക്കലും പുറത്തു വന്നില്ല. യുദ്ധം സന്ധിയിലെത്തുമെന്ന് തോന്നിയ സമയത്തും ഉറങ്ങിക്കിടന്ന പകയുണർത്തിയത് അമ്മയാണ്. അർജുനനും നകലിനും അമ്മയെ ശപിച്ചു. സഹദേവൻ ഒന്നും മിണ്ടാതെ നടന്നു. ശപിക്കുവാൻ എനിക്കായില്ല, പൊറുക്കാനും മനസ്സ് വന്നില്ല. ശൂരസേനന്റെ മകളായി വാസുദേവരുടെ അനുജത്തിയായി പിറന്ന അമ്മയുടെ ജീവിതം ഞാൻ ഓർമ്മിച്ചു. കുട്ടിക്കാലത്ത് അച്ഛൻ മക്കളില്ലാതെ കുന്തിഭോജന് കടം കൊടുത്ത പെൺകുട്ടി, മഹർഷിമാരെ പ്രീതിപ്പെടുത്തുവാൻ അവരുടെ ദാസ്യപ്പണിക്കയച്ച വളർത്തച്ഛൻ, വിവാഹിതരായ ഹസ്തിനപുരത്തിലെ കൊട്ടാരത്തിലെത്തിയപ്പോഴും കഷ്ടകാലം അവളെ പിന്തുടർന്നു. അധികാരം പങ്കുപറ്റുവാൻ കൂടുതൽ സുന്ദരിയായ സ്വപ്നിനെ വന്നു. ഭർത്താവ് ഷണ്ടനാണെന്നറിയുമ്പോഴേക്കും നടുക്കം. കൊട്ടാരത്തിന് പകരം കാട്. ഭർത്താവിന് വേണ്ടി ദേവകളുടെ നിയോഗം സ്വീകരിച്ച് 3 മക്കളെ പെറ്റുകഴിയുമ്പോഴേക്ക് വിധവ. മുതിർന്ന മക്കളുണ്ടായിട്ടും രാജാങ്കണത്തിന് പുറത്ത് വിതുരരുടെ ചെറിയ വീട്ടിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ഔദാര്യം കൊണ്ട് കഴിഞ്ഞുകൊണ്ടേ വന്നു. 13 വർഷം. ഞാൻ കർണനെ പറ്റി ഓർത്തു. അഭ്യാസ കാഴ്ചയിൽ ജനാവലിയുടെ മുമ്പാകെ ഏറ്റവും നാണം കെടുത്തിയവൻ ഞാനാണ്.
കൊല്ലാൻ പ്രതിജ്ഞ ചെയ്തത് വേലുണ്ടാക്കിക്കൊണ്ടിരുന്നതും എനിക്ക് വേണ്ടിയായിരുന്നു. ഒഴിഞ്ഞു കിടക്കുന്ന ദുര്യോധന മണ്ഡപത്തിലെത്തിയപ്പോൾ ഞാൻ നിന്നു. മല്ലയുദ്ധത്തിന് വെച്ച് എൻ്റെ പ്രതിരൂപം എന്ന് പറഞ്ഞു കേട്ട ലോഹപ്രതിമ വിട്ടിച്ചിരിയുമായി നിൽക്കുന്നു. വലിയ വയർ, വലിയ കൈകൾ, ഗോളം പോലത്തെ ശിരസിന് താഴെ പിളർന്നു വായിച്ചിരിക്കുന്നു. ദുര്യോധനൻ മരിച്ച ദിവസം ഭ്രാന്തനെ പോലെ ധൃതരാഷ്ട്രർ അതിനോട് മല്ലയുദ്ധം ചെയ്തിരുന്നു. തിരിഞ്ഞു വന്ന പരിചാരകൻ എന്നെ കണ്ടെത്തി. ജ്യേഷ്ഠൻ വിളിക്കുന്നു. വലിയ മണ്ഡപത്തിൽ അപ്പോഴും ധൃതരാഷ്ട്രറാണ് ഇരിക്കുന്നത്. അദ്ദേഹത്തിന് സമീപത്തോടുകൂടി കടന്നു പോകുമ്പോൾ കാലൊച്ച കേട്ട് വലിയച്ഛൻ ചോദിച്ചു, ആരാണ്? ഞാൻ ഭീമസേനൻ. പിന്നെ സംസാരിച്ചില്ല. വിധവകളുടെ രാജ്യമാക്കി ഹസ്തിനപുരത്തെ മാറ്റിയത് ആരെങ്കിലും കുറ്റപ്പെടുത്തണമെങ്കിൽ ഇതാ ഈ അന്ധൻ. എല്ലാ ദുരന്തങ്ങൾക്കും കാരണം മൃത്യു വീഴിമാറി കാണാതെ നടക്കുന്ന ഈ അന്ധനാണെന്ന് വിളിച്ചു പറയണമെന്ന് തോന്നി. കള്ളച്ചൂതിൽ മകൻ നേടുമ്പോൾ കണക്ക് കേട്ട് ആഹ്ലാദം ഒതുക്കാനാവാതിരുന്ന ഈ വൃദ്ധൻ. പഴയ ദ്യൂതസഭയിലായിരുന്ന യുധിഷ്ഠിരൻ, അർജുനനും നകുല സഹദേവന്മാരും എത്തിയിരുന്നു. എൻ്റെ അഭിവാദ്യം സ്വീകരിച്ച അദ്ദേഹം പറഞ്ഞു, ഞാൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ആലോചിക്കുകയായിരുന്നു. അവസാനം ഒരു തീരുമാനത്തിലെത്തി. അദ്ദേഹം നിർത്തി. പിന്നെയും ചിന്തയിൽ മുഴങ്ങി. വിധവ പെണ്ണിൻ്റെ സ്ത്രീധനം പോലെയാണ് എനിക്ക് കിട്ടിയ ഈ രാജ്യം. മക്കളില്ല, ബന്ധുക്കളുമില്ല. എവിടെ നോക്കിയാലും കണ്ണീരൊടുങ്ങാത്ത വിധവകൾ. ഭരിക്കുവാൻ എനിക്ക് വയ്യ, എനിക്കാവില്ല. ഞങ്ങളെല്ലാം നിശബ്ദരായി നിന്നു. ചോരയുടെ ഗന്ധം വിട്ടുപോകുന്നില്ല. കങ്കാളങ്ങളുടെ സ്വപ്നം കണ്ട് രാത്രി ഉറങ്ങുവാൻ കഴിയുന്നില്ല. ഇനിയുള്ള കാലം വനത്തിൽ പോയി സന്യസിക്കുവാൻ ഞാൻ ഉറച്ചു കഴിഞ്ഞു. ഹസ്തിനപുരം എനിക്ക് വേണ്ട. കുറച്ചു സമയം വെൺകറത്തിറയിൽ നോക്കിയിരുന്ന അഭിപ്രായം ആരാഞ്ഞുകൊണ്ട് അദ്ദേഹം സഹദേവന്റെ നേരെ മിഴികൾ ഉയർത്തി. സഹദേവൻ പറഞ്ഞു, ജ്യേഷ്ഠൻ ഭരിക്കണം. ജ്യേഷ്ഠൻ രാജാവാകുന്നത് കാണുവാൻ വേണ്ടിയാണ് ഞങ്ങളൊക്കെ കാത്തിരുന്നത്. കഷ്ടപ്പെട്ട് യുദ്ധം ചെയ്തു. നകുലനൊന്നും പറഞ്ഞില്ല. തീരുമാനം ശരിയല്ലെന്ന ഭാവം കാട്ടി നിന്നു. സാക്ഷാൽ അർജുനൻ അന്തരീക്ഷത്തിന് ലാഘവം ഉണ്ടാക്കുവാൻ ശ്രമിച്ചു. ക്ഷത്രിയ യുദ്ധം കഴിയുമ്പോഴേക്ക് വിരക്തി തോന്നും. പണ്ടും ഉണ്ടായിട്ടുണ്ട്. പ്രജകളോട് നമുക്കൊരു ഉത്തരവാദിത്വമില്ലേ? കാലക്കേടനെ പറ്റി പറഞ്ഞ് പലതും പുറത്തതാണല്ലോ ജ്യേഷ്ഠൻ. യുധിഷ്ഠിരൻ ഭാവവ്യത്യാസമില്ലാതിരുന്നു. അർജുനൻ തുടർന്നു, ഏതായാലും ദ്വാരകയിൽ പോയി കൃഷ്ണൻ തിരിച്ചു വരട്ടെ. അദ്ദേഹത്തോടു കൂടി ഒന്ന് ആലോചിച്ചിട്ട് മതി തീരുമാനം. തീരുമാനിച്ചു കഴിഞ്ഞതാണ് ഞാൻ. വെറും വാക്കുകൾ ഞാൻ പറയില്ല. പിന്നീട് എൻ്റെ നേരെ നോക്കി. ഭീമസേനൻ രാജ്യം ഭരിക്കട്ടെ. ഞാൻ വീർപ്പടക്കി. ഈ ഭീമന്റെ കൈകൾ കൊണ്ട് കൗരവർ മരിച്ചത്. ക്ഷത്രിയ നിയമം അനുസരിച്ച് യുദ്ധം ജയിച്ചവനുള്ളതാണ് സിംഹാസനം. ഭരിക്കുവാൻ സർവ്വതൻ അർഹൻ ഭീമസേനനാണ്. സംസാരിക്കുന്നതിന് ശരിയല്ല എന്ന് തോന്നി ഞാൻ പറഞ്ഞു, ജയിക്കുന്നത് രാജാവാണ്. കാട്ടിൽ കഴിയുമ്പോഴും അങ്ങ് രാജാവായിരുന്നു. ജ്യേഷ്ഠന്റെ രാജ്യാവകാശം തിരിച്ചു കിട്ടാനായിരുന്നു ഇക്കഴിഞ്ഞ മഹായുദ്ധം. പാഞ്ചാലിയുടെ കെട്ടഴിഞ്ഞ മുടിക്ക് വേണ്ടിയല്ലേ അതും. എൻ്റെ അനുവാദം കിട്ടിയാൽ വിതുരരെ വിളിച്ച് അഭിഷേകത്തിന്റെ ഒരുക്കങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞ് അദ്ദേഹം എഴുന്നേറ്റ് നടന്നു. ഞങ്ങൾ പിന്നെയും അവിടെ നിന്നു. സവ്യസാചിയായ അർജുനൻ പറഞ്ഞു, ധൃതരാഷ്ട്രൻ ഒഴിഞ്ഞുകൊടുക്കാത്ത സിംഹാസനത്തിലാണ് പാണ്ഡു മഹാരാജാവ് ഇരുന്നത്. പാരമ്പര്യത്തിന് ചേർന്നത് തന്നെയാണ് ജ്യേഷ്ഠൻ പറഞ്ഞത്. രാജാവാകണം. സഹദേവൻ ആഹ്ലാദത്തോടെ പറഞ്ഞു, പറയൂ, സമ്മതമൊന്ന് പ്രഖ്യാപിക്കും. നകലിലും അത് തന്നെ പറയുന്നു. ഇതിലെന്താണ് ഇത്രയും ആലോചിക്കുവാൻ? അർജുനൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു, കുറച്ചു സമയം തരൂ, മനസ്സ് സ്വസ്ഥമാവട്ടെ. ഞാൻ തനിച്ചാവട്ടെ എന്ന് കരുതി അവർ അകത്തേക്ക് പോയി. മണ്ഡപത്തിന് തീരെ ഞാൻ പുറത്തു കിടന്ന് ഇടനാഴികയിലൂടെ അകത്ത് ചതുരാങ്കണത്തിലേക്ക് ഇറങ്ങി. ചെടികൾ കരിഞ്ഞു നിൽക്കുന്ന ഉദ്യാനം, അതിനപ്പുറത്ത് ബാല്യങ്ങൾ ഞങ്ങൾ പാർത്ത ശയ്യഗ്രഹങ്ങൾ കടന്ന് ഇടവാതിലിലൂടെ ഒഴിഞ്ഞ ആനപ്പന്തിക്കെടുത്തെത്തി. ഞാൻ നിന്നു. മൃഗോദരൻ ഹസ്തിനപുരത്തിലെ രാജാവ്. എനിക്ക് ചിരിക്കണമെന്ന് തോന്നി. ഫലിതം പറയേണ്ടവർ ആരും ഇന്ന് ജീവിച്ചിരിക്കുന്നില്ല. വന്ന വഴികളിലൂടെ വീണ്ടും നടന്നു. വാടിക്കരിഞ്ഞിട്ട് ചെടിവളർപ്പുകൾ നോക്കി ആഘോഷത്തെപ്പറ്റി ഞാൻ ഓർത്തു. എൻ്റെ സ്വന്തം സുഹൃത്തുക്കളായി വളരെ പേർ വരാനില്ല. പ്രത്യേക ദൂതന്മാരെ എവിടേക്കെല്ലാം നേരത്തെ അയക്കണമെന്ന് ഉടനെ തീരുമാനിക്കേണ്ടി വരും. സാത്വികി, സേനീഷൻ. അപ്പോൾ അന്തപുരക്കെട്ടിന്റെ വാതുക്കൽ നിലപാടിൽ ഒരു സ്ത്രീരൂപം ഞാൻ അവ്യക്തമായി കണ്ടു. പെട്ടെന്ന് ഞാൻ നടുങ്ങി. ചെമ്പുഴുക്ക് നിറമുള്ള സുന്ദരി. ഇറങ്ങി വന്നപ്പോൾ ആശ്വസിച്ചു. ലഘുവായി ചിരിച്ചു. അല്ല, ദ്രൗപദിയാണ്. അടുത്തെത്തിയ ദ്രൗപദി പതിവിന് വിപരീതമായി വന്ദിച്ചു. യുധിഷ്ഠിരന്റെ മുമ്പിലെത്തുമ്പോൾ മാത്രമേ അവൾ ആചാരങ്ങളും ഉപചാരങ്ങളും പാലിക്കാറുള്ളൂ. അസ്തമയം കണ്ട നീലത്താമരയുടെ നിശബ്ദത മുഖത്ത്. അഭിഷേകത്തിന്റെ ദിവസം നിശ്ചയിക്കാറായി. ഞാൻ പറഞ്ഞു, നിശ്ചയിച്ചു. ജ്യേഷ്ഠൻ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ഞാൻ വാക്കു കൊടുത്തിട്ടില്ല. ഇനിയും ആഹ്ലാദം പുറത്തു കാട്ടാതെ ഞാൻ നിസ്സാരഭാവത്തിൽ പറഞ്ഞു. അതറിഞ്ഞു തന്നെയാണ് ഞാൻ വന്നത്. അവളുടെ ഗൂഢസ്മിതവും അഭിനന്ദന വാക്കുകളും പ്രതീക്ഷയിൽ നിന്ന് ഞാൻ കലങ്ങിയ കണ്ണുകളാണ് കണ്ടത്. കാട്ടിലും ദാസ്യപ്പണിയിലും ഒക്കെ കഴിയുമ്പോൾ ഒരിക്കൽ ഇവിടെ വരാമെന്ന് മോഹമുണ്ടായിരുന്നു. അതും ദ്രൗപദിക്ക് നിഷേധിക്കുകയാണ്. ഞാൻ സ്തബ്ധനായി. എനിക്ക് വാനപ്രസ്ഥത്തിന് പ്രായമായിട്ടില്ല. മനസ്സും വന്നു കഴിഞ്ഞിട്ടില്ല. ജ്യേഷ്ഠൻ വാനവാസത്തിനും സന്യാസത്തിനും പോകുമ്പോൾ ദ്രൗപദി ആലോചിച്ചു. പക്ഷേ ഞാനുണ്ടല്ലോ ഇവിടെ. പണ്ഡിതയല്ലെങ്കിലും നിയമങ്ങൾ അറിയാം. ഒന്നുകിൽ ഞാൻ അദ്ദേഹത്തെ അനുഗമിക്കണം, അല്ലെങ്കിൽ ബലന്തരയുടെ ഔദാര്യത്തിൽ ഇവിടെ ഏതെങ്കിലും ഒരു കോണിൽ അന്തഃപുരത്തിൽ കഴിയണം. ബലന്തരയുടെ പേർ പെട്ടെന്ന് വന്നപ്പോൾ ഞാൻ വിസ്മയിച്ചു. ബലന്തര, ബലന്തര, അങ്ങ് അഭിഷേകതാവുമ്പോൾ രാജ്ഞിയാവുന്നത് ആരാണ്? ബലന്തര തന്നെ. പിന്നെ നിറഞ്ഞ കണ്ണുകൾ തുടച്ച് കാൽക്കീഴിലെ ഭൂമിയോട് പറഞ്ഞു, എന്നും സൈരന്ധ്രിയായവൻ പിറന്നവളായിരിക്കും പാഞ്ചാലി. ദ്രൗപദി തിരിച്ചുപോയി. നീഴൽപ്പാടുകളുടെ വെളിച്ചകീറുകൾ സന്ധ്യ പൊറുക്കിയെടുത്തു.
പിന്നെയും ഞാൻ അങ്കണത്തിൽ തനിയെ നിന്നു. എവിടെ നിന്നോ സന്ധ്യാവന്തര മന്ത്രങ്ങൾ കേട്ടപ്പോൾ ഞാൻ പിന്നീട് എൻ്റെ മന്ദിരത്തിലേക്ക് നടന്നു. അവിടെ രണ്ടുപേർ എന്നെ കാത്തു നിൽക്കുന്നു. ശിരസ് മറിച്ച സ്ത്രീയെ ഞാൻ ആദ്യം കണ്ടില്ല. വിതുരരായിരുന്നു മുമ്പ്. അദ്ദേഹത്തിന് പിന്നിൽ നിൽക്കുന്ന സ്ത്രീ അമ്മയായിരുന്നു. അമ്മ പറഞ്ഞു, വാനപ്രസ്ഥത്തിൻ്റെ കഥ ഞാനും കേട്ടു. ഇളയച്ചനെ ഉപേക്ഷിച്ചിട്ടും വലിയ മനസ്സൊന്നും മാറ്റമൊന്നും കണ്ടില്ല. ഞാൻ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞുകൊണ്ടുവരുന്നത്. വിതുരരാണ് വ്യക്തമാക്കുവാൻ സഹായിച്ചത്. രാജ്യവാസികളായി കാത്തിരിക്കുകയാണ്. ധർമ്മജ്ഞാനിയായ യുധിഷ്ഠിരൻ രാജാവാകുന്ന സുദിനം. ഹസ്തിനപുരം ഭരിക്കുവാൻ പറഞ്ഞ കുമാരനാണ് അദ്ദേഹം എന്ന് അവർക്കൊക്കെ അറിയാവുന്നതല്ലേ. അപ്പോൾ എൻ്റെ വാക്കുകൾ പുറത്തു കേട്ടു. ഞാൻ എന്തു വേണം അമ്മേ, കൽപ്പിക്കൂ. അമ്മ പറഞ്ഞു, ജ്യേഷ്ഠൻ തന്നെ രാജാവാകണം. ധർമ്മശാസ്ത്രവും രാജനീതിയും അറിയാത്ത നീ യോഗ്യനല്ല. അതുകൊണ്ട് തയ്യാറല്ല എന്ന് ഉറപ്പിച്ച് പറയണം. ഇളയച്ചൻ്റെ കൂടെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ഞാൻ കുറച്ചിടെ അകത്തെ നിഗൂഢ ഭോഷങ്ങളെ ഒതുക്കുവാൻ വേണ്ടി മൗനം പോകുന്നു. പിന്നെ ചിരിച്ചു. ആദ്യം ദ്രൗപദി, ഇപ്പോൾ വീണ്ടും ഒരു സ്ത്രീ അമ്മ. ഞാൻ രാജാവും. വൃഗോദരൻ ഹസ്തിനപുരത്തിലെ രാജാവും. വിഡ്ഢിത്തം. ഞാൻ കുറെ കൂടി ഉച്ചത്തിൽ ചിരിച്ചു. ജ്യേഷ്ഠന്റെ ഫലിതം എന്നും ജ്യേഷ്ഠന്റെ ഫലിതം പറഞ്ഞിരിക്കുന്നത് എന്നോടാണ്. മന്ദൻ രാജാവ്. എൻ്റെ ചിരി വിതുരരുടെ മുഖത്തേക്കും വ്യാപിച്ചു. അദ്ദേഹം ആശ്വാസത്തോടെ നെടുവേർപ്പെട്ടു. അവർ പോയപ്പോൾ ഞാൻ ചിന്താഭാരം കൊണ്ട് ശയ്യയിലിരുന്ന് ചിരിക്കുവാൻ മറന്നു. ഒരു വിനാഴിക മാത്രം. മനസ്സിൽ ഹസ്തിനാപുരം ഭരിച്ച് സ്ഥാനസ്ഥാനം ചെയ്ത രാജാവ് പിന്നീട് ഇരുട്ടിലും ചിരിച്ചു. മഹാബലൻ കരയാൻ പാടില്ലല്ലോ. തുടരും.